നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. BJP 10,000 കോടി രൂപ കൗശൽ വികാസ് യോജനയുടെ പേരിൽ ഫണ്ട് അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അത് കൃത്യമായി തന്നെ നിയമ പോരാട്ടം നടത്തി അത് തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും BJP അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞാണ് 2014 ആദ്യമായി അധികാരത്തിലേക്ക് അവർ എത്തുന്നത്. അതായത് നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നത് 2014 ഇത്തള് പോലെ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 11.5 കൊല്ലം കൊണ്ട് നാട് മുഴുവൻ കട്ടുമുടിച്ചിരിക്കുകയാണ്. പല ജനക്ഷേമ പദ്ധതികളും തകിടം മറിച്ച് ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വരെ വെണ്ണീറാക്കിക്കൊണ്ട് കേന്ദ്രം കൃത്യമായി പബ്ലിക് സെക്ടറുകളെ പ്രൈവറ്റൈസേഷൻ നടത്തി ജനങ്ങളെ മുഴുവൻ കുത്തുവാള എടുപ്പിച്ചിരിക്കുകയാണ്. പണത്തിൻ്റെ മൂല്യം കുറഞ്ഞിരിക്കുന്നു, പണപ്പെരുപ്പം വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ ഓഹരി സൂചിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഓഹരി വിപണിയിൽ നടക്കുന്നത് സെബിയുടെ കള്ളക്കളിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി BJPയുടെ തന്നെ പ്രതിനിധികൾ പറയുന്നുണ്ട്. BJP MPമാരായിട്ടുള്ള പലരും ഇന്ന് വലിയ തോതിൽ അവർ അക്ഷമരാണ്. കൃത്യമായി പറഞ്ഞാൽ നിർമ്മലയെ പുറത്താക്കേണ്ടത് മാത്രമല്ല, നിർമ്മലയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന ആവശ്യവുമായി BJPയുടെ തന്നെ MPമാർ നടുത്തളത്തിലേക്കാണ്. കൃത്യമായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ഈ രാജ്യം കടക്കണിയിലാണ്. 2 ലക്ഷം കോടി രൂപയുടെ പൊതുകടം അത് നാൾക്ക് നാളായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എങ്ങോട്ടേക്കാണ് ഈ പണം? ജനങ്ങളിലേക്കാണോ എത്തിക്കുന്നത്? അല്ലേ അല്ല. BJP അവരുടെ ഖജനാവ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം ദാരിദ്ര്യത്തിൻ്റെ ഈറ്റില്ലമാക്കി മാറ്റി മറിക്കുകയും BJPയുടെ മൊത്തത്തിലുള്ള ആസ്തി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറിയോ ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭയെ മൊത്തത്തിൽ തകിടം മറിക്കാനോ അവർക്ക് പണം എത്രയെന്ന് ഇല്ലാതെ ഒഴുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. നോക്കൂ, അവർ ഏത് സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ശതകോടികളാണ് അവർ ഇറക്കുന്നത്. ഇത് എങ്ങനെയാണ് അവർ സ്വരൂപിക്കുന്നത്? കൗശൽ വികാസ് യോജന പോലുള്ള നിരവധിയായ ക്ഷേമ പദ്ധതികൾ ശരിക്കും പറഞ്ഞാൽ ആ ഫണ്ടിൻ്റെ അട്ടിമറിയിലൂടെ തിരിമറിയിലൂടെയാണ് BJP അവരുടെ ഖജനാവ് നിറയ്ക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJPയെ കൃത്യമായി ശാസിച്ചതാണ്. അത് മുതലാവില്ല എന്ന് മനസ്സിലാക്കി ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം ഇനി നടക്കില്ല എന്ന് മനസ്സിലാക്കി മറ്റ് വഴികൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വൻ കൊള്ള ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സർവ്വ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.